നരകമോക്ഷത്തിന് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു അമല് ഞാൻ പറഞ്ഞുതരാം. ആ അമല് വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പണി പറഞ്ഞുതരാം. എന്താ പറയുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഗതിയാണ്. നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം. കരയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി അഭിനയിച്ച് കരയണം. എന്തുകൊണ്ടെന്നാൽ നാളെ നരകക്കാർ ഭയങ്കരമായ കരച്ചിൽ കരയും. നരകത്തിൽ വെച്ചുകൊണ്ട് നരകക്കാരുടെ കരച്ചിൽ തുടങ്ങിയിട്ട് കണ്ണീരൊക്കെ അവസാനം ഇല്ലാതെയാവും, ചോര ഒഴുകാൻ തുടങ്ങും. വലിയ കിടങ്ങുകൾ മാർക്കുണ്ടാവും മുഖത്ത്. കപ്പലൊക്കെ അതിൽ ഓട്ടാണെങ്കിൽ ഓടും. കപ്പല് ഈ കണ്ണീരിൽ അത് ഈ കുണ്ടും കിടങ്ങൊക്കെ മുഖത്തുണ്ടാവും. അങ്ങനെ ഭയങ്കരം അല്ലേ. ഈ കണ്ണും ഈ കുണ്ടൊന്നും ഇങ്ങനെ ആവില്ല. ഇവിടെ ചോര നിറഞ്ഞിട്ട് കൂടെ കപ്പലോട്ടമുണ്ടാവും. അതുകൊണ്ട് ജനങ്ങളെ എബുക്കു കരഞ്ഞോളേണ്ടി. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാക്ക ഉണ്ടാക്കി കരഞ്ഞോളി. നരകാവകാശികൾ നാളെ കരയും പിന്നാലെ നരകത്തിൽ വെച്ച്. അങ്ങനത്തെ ഒരു കരച്ചിൽ നാളെ അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നരകത്തെ തൊട്ട് രക്ഷ കിട്ടണമെന്നുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള അമലെന്താണ്? കരയിലാണ്. അള്ളാനെ പേടിച്ച് കരഞ്ഞാൽ ഒരുത്തൻ പിന്നെ നരകത്തിൽ കിടക്കൂല എന്നുള്ളതാണ്. അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. പക്ഷേ ഈമമാണ് ഒന്നിലേ കരച്ചിൽ വരുള്ളൂ. മറ്റേ ചെയ്ത്താൻ നമുക്കിങ്ങനെ തോന്നിപ്പിച്ച് വരും. നമ്മളൊക്കെ എന്തിനാണ് കരയണേ? നമ്മളൊക്കെ സ്വർഗത്തിൽ തന്നെയാണ്. നമ്മൾ പിന്നെ ഷിർക്ക് ചെയ്തിട്ടില്ല, കള്ളുപിടിച്ചിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടില്ല, ഒന്നും ചെയ്യണില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ കരയണേ? പണ്ടോരോ കരഞ്ഞപ്പോൾ വേറെ പറയാണ്, കണ്ടില്ലേ അതിനകത്രം ചെയ്ത് കൂട്ടിയിട്ടാണേ കരയണതേ. മനസ്സിലായോ? അത് ചെയ്ത് കൂട്ടൊന്നും വേണ്ട. കരച്ചിൽ വരണമെങ്കിൽ നല്ല ഈമ ഉണ്ടെങ്കിൽ കരച്ചിൽ വരും.